വെൽക്കം ടു ലിറ്റിൽ കിച്ചൺ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീഫ് ചാപ്സ് ആണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നിവിടെ ബീഫ് ചാപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ പിടി ചുവന്നുള്ളി, ഒരു പിടി വെളുത്തുള്ളി, 2 സവാള, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇതേപോലെ നമ്മളിവിടെ 1 കിലോ ബീഫ് ചാപ്സ് ആണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂട് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഒരു പട്ട, 3 ഏലക്ക, പിന്നെ 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. അപ്പൊ ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ ചതച്ചെടുക്കാം. അപ്പൊ വെളുത്തുള്ളിയും ഏകദേശം ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുക്കാം. അപ്പൊ ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഡ്രൈ സ്പൈസസ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഡ്രൈ സ്പൈസസ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുറച്ചു നേരം കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് പൊടി കരിയാതെ പ്രത്യേകം നോക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആറാൻ വേണ്ടി വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും മണവുമായിരിക്കും. അപ്പൊ നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പൊ നമ്മളിത് നന്നായി തിരുമ്മിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉപ്പും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ചിരട്ട ചീവി ഒന്ന് കഴുകിയതിന് ശേഷം ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇറച്ചി പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത്. ഇനി നമുക്കതിലേക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം.
ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളത്തിലിട്ട് കാഷ്നട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ്. ഇനി നമുക്ക് ചാപ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ 4 തക്കാളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഈ തക്കാളി 4 കഷ്ണമായിട്ട് അരിഞ്ഞതിന് ശേഷം ബീഫ് ചാപ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.